ഹലോ ഹലോ ആ പറഞ്ഞേക്കാം. മാഷ, അതെ ഞാൻ ഇന്നലെ SMS കാണിച്ചു തന്നില്ലേ, അതാ എമൗണ്ട്. അല്ല എനിക്ക് അവിടുന്ന് ഒരു കോട്ട അവരൊരു കോട്ടായിട്ട് എഴുതി തരും. കോട്ടൊന്നും കിട്ടൂല മാഷ. കോട്ട് ഇപ്പൊ നമ്മള് വണ്ടി കൊടുക്കുന്ന ഉറപ്പില്ലാണ്ട് നമ്മൾ കമ്പനി ഒന്നും അല്ല, പേഴ്സണൽ അല്ലേ. കോട്ടൊന്നും കിട്ടൂല. കമ്പനിയാണെങ്കിൽ കിട്ടും. ഏത് ബ്രാഞ്ചായിരുന്നു? ബ്രാഞ്ച് അറിയില്ല, നമ്മളൊരു സുഹൃത്ത് തന്ന നമ്പറാണ്. ബ്രാഞ്ച് എനിക്കറിയില്ല. എറണാകുളത്ത് എവിടെയാണ് ഓഫീസ്? അപ്പൊ വേറെ എന്തെങ്കിലും ഇതൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ചും ഏജന്റ് അല്ല. എറണാകുളത്ത് എന്താണെങ്കിലും കമ്പനി അല്ലേ, ഇൻഷുറൻസ് കമ്പനി അല്ലേ. പിന്നെ റിലയൻസിന്റെ ഉണ്ടെന്ന് അല്ല തോന്നുന്നു. ഈ അവരൊന്ന് വിളിച്ചു വെച്ചിട്ട് ആ റേറ്റ് എന്തെങ്കിലും ഒരു ഇതാക്കി കൊട്ടേഷൻ ആക്കി എടുത്തു തരാൻ പറ. നമുക്ക് എന്നിട്ട് ഇല്ല, റേറ്റ് അവരെനിക്ക് പറഞ്ഞു തന്നില്ല. ഇനിയിപ്പോ എനിക്ക് കൊട്ടേഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് ആ പൈസ ഞാൻ കൊടുക്കുള്ളൂ. അതിൽ ഞാൻ കൂടുതൽ കൊടുക്കൂലല്ലോ. കേരള പ്രൊവിഷൻ ഇല്ലേക്ക്. അതാണ് ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. മാഷേ, നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റൂന്ന് പറയില്ല പറയല്ലേ. ഞാൻ എന്റെ വഴി എന്താ വെച്ചാൽ നോക്കാം. എനിക്ക് വണ്ടി ഉടനെ ഇറങ്ങണ്ടേ. കിട്ടില്ല. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് എഴുതി തരും. ഞാൻ ഇപ്പൊ ഓഫീസിൽ വരാം. നിങ്ങൾ അവിടെ ആരാണുള്ളത്? മാനേജർ? ഒന്നില്ലെങ്കിൽ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഇല്ല, എനിക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ കൊട്ടേഷൻ ഒന്നും പോയി വാങ്ങിച്ചു തരാനൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് മാരുതിയിലോട്ട് അയച്ചു കൊടുക്കട്ടെ. കസ്റ്റമർക്ക് ഇത്രയും റേറ്റിന് കിട്ടിയിട്ടുണ്ട്. എന്തിന് മാരുതിന് വണ്ടിയിൽ എടുക്കുന്നത്? മാരുതിക്ക് ഇൻഷുറൻസിന്റെ അയച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ എന്ത് ലോജിക്കാണ് ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുള്ള. അങ്ങനെ അപ്പോഴല്ലേ നമുക്ക് മാരുതി റിട്ടേൺ ആയിട്ട് അവർ തരുള്ളൂ. എന്ത് മാരുതിയും ഇൻഷുറൻസ് തമ്മിൽ എന്ത് ബന്ധം? മാരുതി വണ്ടിയല്ലേ കൊടുക്കല്. ഇൻഷുറൻസ് മാരുതിന് എടുക്കുന്നത് അതൊരു ഓപ്ഷനാണ്. മാരുതിന്റെ ഇൻഷുറൻസ് ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഓപ്ഷനാണ്, ഓപ്ഷണലാണ്. അതിലിപ്പോ മാരുതിനെ പിന്നെ സാക്ഷ്യപ്പെടുത്താൻ നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്കതിന് സമയവും ഇല്ല ഒന്നാമത്. അല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ കൊട്ടേഷൻ ഒന്ന് എടുത്തതാ. ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞത്. കൊട്ടേഷൻ ഞാൻ പറഞ്ഞില്ല. കൊട്ടേഷൻ ഒന്നും എടുത്ത് തരാൻ എനിക്ക് പറ്റൂല. എനിക്ക് അവർ പറഞ്ഞ റേറ്റ് എനിക്ക് വിശ്വാസമാണ്. ആ റേറ്റ് ഞാൻ എടുക്കും. അവർ തന്നില്ലെങ്കിൽ അവരൊന്നും എടുക്കൂല. അത്രേ ഉള്ളൂ. അതിലിപ്പോ എന്താ? ഇതിപ്പോ നമ്മളെ മോളെ കെട്ടിക്കാൻ വാക്ക് പറയണ കേസൊന്നുമില്ല എഴുതി വാങ്ങിക്കാനായിട്ട്. നമ്മള് വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നില്ലേ. അത് അവരെ വിളിച്ച് ചോദിച്ചപ്പോ ഇത്രക്ക് തരാന്ന് പറഞ്ഞു. ഓക്കെ, ആ പൈസ ആയിട്ട് ചെല്ലും. തന്നാ വാങ്ങും, അല്ലെങ്കിൽ ഇല്ല, അവരൊന്നും വാങ്ങൂല. അതിലിപ്പോ എന്താ? ഇതില് നമുക്കതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അത് ഞാനായിട്ട് വരാം. നിങ്ങൾ എനിക്കൊരു ലെറ്റർ അടിച്ചാന്ന്. ഇത് ചെയ്യാൻ പറ്റില്ലാന്ന്. പ്രശ്നം തീർന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാരുതിയിൽ റിട്ടേൺ ആയിട്ട് ഇങ്ങനെ കസ്റ്റമർക്ക് പുറത്ത് ഇത്ര രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ. അത് ഞാനല്ലേ പറഞ്ഞു എനിക്ക് കിട്ടണമെന്ന്. എന്റെ വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് എടുക്കേണ്ടത്. മാരുതിക്ക് ഞാൻ വല്ലോണ്ട് ലെറ്റർ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ വണ്ടിക്ക് ഞാൻ എടുത്തോളാം ഇൻഷുറൻസ്. അത് പറ്റൂല. നിങ്ങളേന്ന് എടുക്കും. നിങ്ങൾ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എനിക്ക് എഴുതിത്താ. അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷക്ക് പരാതി കൊടുക്കും. നിങ്ങൾ വെറുതെ എന്നെ പ്രവോക്ക് ചെയ്യലിട്ട് എനിക്ക് ആകെ തലക്ക് ഭ്രാന്തെടുത്തിരിക്കാം ഇവിടെ. വെറുതെ ആളെ ബുദ്ധിമുട്ടിക്കല്ലേ. നമുക്കിത് എവിടേക്കാണ് പോകേണ്ടതൊക്കെ എല്ലാം കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആ വണ്ടിയുടെ ചേസ് നമ്പറും ആ ഇതൊക്കെ എടുത്താൽ ഞാൻ ഇൻഷുറൻസ് എടുക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും. എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. മനുഷ്യനല്ലെങ്കിൽ തന്നെ തല രണ്ട് സൈഡ് പന്തം കത്തിക്കണാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിൽക്കണാണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഒരേ ഇൻഷുറൻസ് അല്ലല്ലോ വണ്ടി എടുക്കുമ്പോൾ ആദ്യം ആൾക്കാർ നോക്കല്. വണ്ടിയും കാര്യങ്ങളും അതൊക്കെ അല്ലേ നോക്കല്. ഇൻഷുറൻസ് നോക്കിയിട്ട് ആൾക്കാർ വണ്ടി എടുക്കല്. ഇൻഷുറൻസ് സൗകര്യം ആദ്യം ലോൺ പാസ്സാവുന്ന നോക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയില്. അല്ലാണ്ട് ഇൻഷുറൻസ് നോക്കി ആരെങ്കിലും നടക്കുമോ? ഇൻഷുറൻസ് വണ്ടി എടുക്കാൻ നേരത്തെ ഇൻഷുറൻസ് എടുക്കല്. അല്ലാണ്ട് ഒരാൾ വണ്ടിക്ക് വരുമ്പോൾ തന്നെ ആദ്യം പറ ഇൻഷുറൻസിനെ കുറിച്ച് പറയാന്നല്ല പറയല്. വണ്ടിയെ കുറിച്ച് പറയാന്ന് പറയും. വണ്ടിന്റെ റേറ്റ് പറയാന്ന് പറയും. ആ കൊട്ടേഷൻ വാങ്ങും. ഏതും ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ട് ലോൺ അപ്രൂവൽ ആവാൻ നോക്കും. ലോൺ അപ്രൂവൽ ആയാലും ലോൺ അപ്രൂവൽ ആയി ആ DD ആയിട്ട് വരും. അപ്പൊ നോക്കും ഇനി ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ പറയും ആക്സിഡൻസ് അത് മറ്റേത് അത് ഇത് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നെയാണ്. നിങ്ങൾ എനിക്ക് എഴുതാ ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ അങ്ങോട്ട് വന്നെയാണ്. നിങ്ങൾ എനിക്ക് എഴുതാ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫോണിൽ പറയണ്ടല്ലോ അങ്ങനെ എഴുതി തന്നു. എന്താ പ്രയാസം നിങ്ങൾക്ക് എഴുതാൻ? കൊട്ടേഷൻ കിട്ടൂല. ഞാൻ പറഞ്ഞില്ല കൊട്ടേഷൻ കിട്ടൂല. കൊട്ടേഷൻ കിട്ടൂല. അത് ഞാൻ പറഞ്ഞില്ലേ. എന്താ റിട്ടേൺ ആയിട്ട് കിട്ടാത്തത്? നിങ്ങൾ ഫോണിൽ പറയാൻ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തരാൻ എന്താ പ്രയാസം? അല്ല നമുക്കത് റിട്ടേൺ ആയിട്ട് കിട്ടില്ല. എന്താന്ന് വെച്ചാല് അപ്പൊ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കല്ല. ഇനി എന്നെ വെട്ടി മുറിച്ച് 2 കഷ്ണാക്കിയാൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കൂല. നിങ്ങൾ എനിക്ക് വണ്ടി തരൂലേ? നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ പിന്നുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാന്നുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ക്യാൻസൽ ചെയ്യൂല. നിങ്ങൾ എനിക്ക് വണ്ടി തരും. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഞാൻ നിങ്ങൾ വിളവ് എടുക്കണ്ട. നിങ്ങളെക്കാളും വിളവ് എടുത്തു തരാം നമ്മള്. ഹലോ 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 പറഞ്ഞോളൂ. പോപ്പുലറിൽ തിരിച്ചല്ലേ? പേര് ഞാൻ മറന്നു കേട്ടോ. അവിടുന്ന് പറഞ്ഞു തന്നിരുന്നു. രൂപേഷ് ഒരു വണ്ടി പിന്നെ ഇന്നലെ ക്യാഷൊക്കെ ഫുൾ അടച്ചതാണ്. അപ്പൊ അത് പിന്നെ ഇൻഷുറൻസ് മാരുതിയുടെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പുറത്തുനിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അല്ല ബുക്കിംഗ് ടൈമിൽ സാർ ഇൻഫോം ചെയ്തിരുന്നോ? ബുക്കിംഗ് ടൈമിൽ ഇൻഫോം ചെയ്തിട്ടില്ല. കാരണം ബുക്കിംഗ് ടൈമിൽ നമ്മളെ ലോൺ പാസ് ആയിട്ടില്ല, ഒരു പ്രോസസ്സിംഗ് ഒന്നും ആയിട്ടില്ല. ഞാൻ ഇൻഷുറൻസിന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ കാരണം നമ്മൾ ആദ്യം ഇൻഷുറൻസിനെ കുറിച്ച് അന്വേഷിക്കാറില്ലല്ലോ. വണ്ടി റിയലായിട്ട് കയ്യിലേക്ക് വരുന്ന സമയത്താണല്ലോ ഇൻഷുറൻസ് എന്താണെന്നൊക്കെ പുറത്ത് അന്വേഷിക്കില്ല. ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരിക്കലും ഇൻഷുറൻസിനെ പറ്റി പുറത്തൊന്നും അന്വേഷിക്കില്ലല്ലോ, വണ്ടിയെ പറ്റിയല്ലേ അന്വേഷിക്കുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഇത്രയുള്ളൂ, നമ്മളെ ബുക്കിംഗ് ഫോമിൽ തന്നെ സാറിന് തന്നെ ബുക്ക്ലെറ്റ് ഉണ്ടെങ്കിൽ അതിൽ എടുത്ത് നോക്കി അറിയാം. നമ്മളെ ബുക്കിംഗ് ടൈമിൽ തന്നെ ഇതെല്ലാം ഇൻഷുർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബുക്കിംഗ് റിസീവ് ചെയ്യാറില്ല. എന്ത് ഇൻഷുർ ചെയ്താൽ? അതായത് നമ്മള് ബുക്കിംഗ് കളർ വേരിയന്റ് ഒക്കെ ഫ്രണ്ട് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് ഒക്കെ ആയിട്ട് ഓരോ പേജുകളുണ്ട്. അതില് ഇൻഷുറൻസ് നമുക്കത് എന്താ പറഞ്ഞ നമ്മുടെ ഓൺ ഇൻഷുറൻസ് ആണെങ്കിലാണ് നമ്മള് ബുക്കിംഗ് റിസീവ് ചെയ്യാറില്ല. അങ്ങനെ ഇല്ലല്ലോ, IRDAർക്ക് അങ്ങനെ ഒരു ക്ലോസ് ഇല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ ക്ലോസ് വെക്കുക? കസ്റ്റമറിന്റെ ചോയ്സ് ആണ് ഇൻഷുറൻസ് എവിടെ നിന്ന് എടുക്കുമെന്നുള്ളത്. അല്ലാണ്ട് അത് വണ്ടിന്റെ ഓണർ ഡീലർ പറഞ്ഞെടുക്കുന്നോ എടുക്കണോന്ന് പറഞ്ഞാൽ അത് എങ്ങനെ, അത് ഇല്ല, ലോജിക്കല്ല. അത് ഇല്ല, നമ്മൾ അതുകൊണ്ട് പറയണെന്ന് വെച്ചാല് ഇൻഷുറൻസ് നമ്മുടെ നിന്നുള്ള ബിസിനസ് മാത്രം നമ്മൾ റിസീവ് ചെയ്യുന്നത്. അത് IRDA നോംസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നമ്മള് അല്ല, അങ്ങനെ ക്ലോസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ലെറ്റർ പാഡിൽ എഴുതി തന്നേക്ക് ഇൻഷുറൻസ് എടുക്കാത്തതുകൊണ്ട് വണ്ടി പിന്നെ തരാൻ സാധിക്കില്ല എന്ന് എഴുതി തന്നേക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതി തരാമല്ലോ. നമ്മളത് നമ്മുടെ നോംസ് ആണ്, നമ്മുടെ ഇന്റേണലി ഉള്ള നോംസ് ആണ്. അത് നമ്മൾ പോകാൻ പറ്റുള്ളൂ. കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇൻഷുറൻസ് ഞാൻ പുറത്തുനിന്ന് നോക്കുന്നു പറഞ്ഞ സാറേ, അങ്ങനെയാണെങ്കിൽ അതർ ഡീലറിനെ നോക്കാം. കാരണം പോപ്പുലർ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ല, പോപ്പുലർ പ്രോത്സാഹിപ്പിക്കണ്ട. എനിക്ക് ഇൻഷുറൻസ് പിന്നെ മാരുതിന്ന് എടുക്കാൻ താല്പര്യമില്ല. ഞാൻ പുറത്തുനിന്ന് എടുക്കണത്. എനിക്ക് അത്ര പൈസ മാരുതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. 1500 കൂടുതലാണ്. ഞാൻ ഏത് ഇൻഷുറൻസ് കമ്പനിന്നാണ് ഇങ്ങനെ കിട്ടിയത്? എല്ലാ റിലയൻസ്, യുണൈറ്റഡ്, പിന്നെ വേറെ എല്ലാവരും 6-7 രൂപയോളം വ്യത്യാസമുണ്ട്. ഞാനിപ്പോ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സാറിന് ഇപ്പൊ റിലയൻസ് നമ്മുടെ മാരുതി ഇൻഷുറൻസിലുള്ളതാണ്. കാരണം റിലയൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജന്റ് അങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ അതിന്റെ കവർ നോട്ടൊന്നും മേടിച്ചിട്ട് വരുവാണെങ്കിൽ അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. എനിക്ക് അവർ തരാമെന്ന് പറഞ്ഞ ഓഫർ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതെനിക്ക് വേണമെങ്കിൽ എടുക്കാം. അതും എന്റെ ഓപ്ഷൻ തന്നെയാണ്. കസ്റ്റമർ എന്ന നിലക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. നമുക്ക് വേറൊന്നല്ല, നമുക്ക് ഇൻഷുറൻസ് ബേസിലാണ് നമുക്ക് മാരുതിയിൽ കൗണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് മാരുതി ഇൻഷുറൻസ് എടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ലാസ്റ്റ് എന്താ പറയാനുള്ളത്? നമുക്കൊന്നുമില്ല സാറേ, നമുക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത ബിസിനസ് നമുക്ക് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള. അത് ഇന്ത്യയിലുള്ള ഓപ്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി തന്നൂടെ? എന്താ പ്രശ്നം? നിങ്ങൾക്ക് എഴുതി തന്നെ നിങ്ങളെ ബാധിക്കുമല്ലോ, കമ്പനിക്കല്ലേ ബാധിക്കുള്ളൂ. അല്ല സാർ, കമ്പനിയുടെ എംപ്ലോയി ആണല്ലോ നമ്മൾ. അതെ, ആയിക്കോട്ടെ. കമ്പനിയുടെ എംപ്ലോയി നിങ്ങൾ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പൊ നിങ്ങൾ കമ്പനിക്ക് വേണ്ടി തന്നെ എഴുതാ. നിങ്ങൾ എഴുത്തന്നോ? നിങ്ങളെ ബാധിക്കുമല്ലോ, കമ്പനിയല്ലേ ബാധിക്കുള്ളൂ. കമ്പനി ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം, ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ വണ്ടി കൊടുക്കണ്ട. അപ്പൊ കമ്പനി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എഴുതി കൊടുക്കേണ്ട. നമ്മൾ അതിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സാറിന്റെ ഓർഡർ ബുക്കിംഗ്. എവിടെ ഇല്ല രൂപേഷ്, അങ്ങനെ ഒരു ക്ലോസ് എവിടെ ഒരു കമ്പനിയിലും ഇല്ല. നിങ്ങൾ എന്താണ് ഈ പറയണത്? അല്ല, കമ്പനിയുടെ കേസ് നമ്മളെന്താണ് ഇതൊക്കെ ആദ്യമായിട്ട് ഡീൽ ചെയ്യണ ആള്. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മളെന്താ? ഒരു മിനിറ്റ് സാറേ, നമ്മുടെ ഈ ബുക്കിംഗ് ഫോമില് ഇൻഷുറൻസ് കൺഫേം ചെയ്തിട്ട് നിങ്ങളെ ബുക്കിംഗ് ഫോമിൽ എന്ത് എഴുതിയാലും ഇവിടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരു നിയമമുണ്ടോ? എന്റെ സ്ഥാപനത്തിൽ എനിക്ക് പലതും എഴുതി വെക്കാം. പക്ഷെ അത് ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ പിന്നെ കോഡ് ഓഫ് കണ്ടക്ട് ഈ നാട്ടിലുള്ള ഇതൊന്നും സമ്മതിക്കണ്ടേ? നിങ്ങൾ എഴുതി വെച്ചാൽ എങ്ങനെ ശരിയാവാ? ഞാൻ സാറ് പറയണൊന്നും നിഷേധിക്കുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ ഒരു ഓർഡർ ബുക്കിംഗ് ഫോമില് ഞാനും നിഷേധിക്കല്ല. നിങ്ങൾ വണ്ടി എനിക്ക് തരണ്ട, നിങ്ങൾ എനിക്ക് എഴുതി തരണ്ടേ? നിങ്ങൾ വെറുതെ വണ്ടി വാക്കാല തരലാന്ന് പറയുന്നത് ശരിയാവാ? നമ്മള് ഒരു ഓർഡർ ബുക്കിംഗ് ഫോം ഓർഡർ ചെയ്യുമ്പോ ഇൻഷുറൻസ് സാറിന് ഇതുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പറയും സാറേ നമുക്ക് അങ്ങനത്തെ ചെയ്യില്ല സാറിന്. ഞാൻ ലോകത്ത് എവിടെയും കേട്ടിട്ടില്ല വണ്ടി ബുക്ക് ചെയ്യാൻ വരുമ്പോ ആദ്യം ഇൻഷുറൻസിനെ കുറിച്ച് ഒരു കസ്റ്റമർ ചോദിക്കുമെന്ന് പറഞ്ഞ ഒരു ക്ലോസ് ഞാൻ ലോകത്ത് എവിടെയും കേട്ടിട്ടില്ല. നിങ്ങളെ വായിന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കണേ. ഇതൊക്കെ ഏറ്റവും അവസാനം ആളുകൾ നോക്കുള്ളൂ. ഇൻഷുറൻസ്, ആക്സറീസ്, ഇതൊക്കെ ലോൺ പാസ്സായതിനു ശേഷമുള്ളൂ. ഇല്ല സാർ, നമ്മുടെ കസ്റ്റമറെ ബോധവൽക്കരിച്ചിട്ട്. രൂപേഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ രാവിലെ മുതൽ സംസാരിച്ചതിന്റെ തല ഇതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പുറത്ത് ഇൻഷുറൻസ് എടുക്കും, നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റൂല്ലേ? സാറേ, നമുക്ക് നിവൃത്തിയില്ല സാർ. തരൂല, നിങ്ങൾ വണ്ടി തരൂല. ഓക്കെ, ബാക്കി ഞാൻ എന്താ വെച്ചാൽ ചെയ്തോളാം. ഓക്കെ, ശരി, ഓക്കെ.